താപസരുടെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത് വിൻസെൻഷൻ സഭയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, മാധ്യമരംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ ചുവടുവയ്പ് നടത്തുന്ന ഒരു സഭ കൂടിയാണ് വിൻസെൻഷൻ സഭ. ഗുഡ്നസ് ഡിവൈൻ തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ ഒട്ടേറെ വിഖ്യാതമായ ധ്യാന കേന്ദ്രങ്ങളിലൂടെ ഈ സഭ അതിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ ലോകമെമ്പാടും ഇന്ന് വ്യാപിപ്പിക്കുന്നുണ്ട്. ഈ സഭയുടെ സുപ്പീരിയർ ജനറലായ ഫാദർ വർഗീസ് പാറപ്പുറം ഇന്ന് നമ്മോടൊപ്പമുണ്ട്. സഭയുടെ വർത്തമാനകാല പ്രവർത്തനങ്ങൾ, അതുപോലെ സഭ കടന്നു പോകുന്ന ചരിത്ര പ്രതിസന്ധികൾ, ചരിത്രത്തിൽ നിന്ന് ഊർജ്ജം സമ്പാദിച്ച് സഭ എത്തിച്ചേർന്നിരിക്കുന്ന ലക്ഷ്യങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ഈ എപ്പിസോഡിൽ അദ്ദേഹം നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ്റെ ഒരു തുടക്കം, അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ, പിന്നെ പ്രത്യേകിച്ചും നമ്മൾ അതിൻ്റെ ഒരു പ്രധാന ദൗത്യമായ അല്ലെങ്കിൽ സെയിൻറ്റ് വിൻസെൻ്റ് ഡി പോൾ തുടങ്ങി വെച്ച പോപ്പുലർ മിഷൻ എങ്ങനെയാണ് വിൻസെൻഷൻ സഭ ഇന്നും വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, ഇതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. ഏതൊരു സഭയുടെ തുടക്കത്തിലും വലിയ പ്രതിസന്ധികളും എന്താ പറയുക, സാമ്പത്തികമായ പ്രതിസന്ധികളും മാത്രമല്ല, അതിനെ മുന്നോട്ട് നയിക്കാൻ ഒരു നല്ല നേതൃത്വം ആവശ്യമാണ്. ഇത് നമ്മുടെ സഭയ്ക്കും അനുഭവപ്പെട്ടിരുന്നു. ഉണ്ട്. അപ്പോൾ നമ്മുടെ വിൻസെൻഷൻ സഭയെക്കുറിച്ച് പറയുമ്പോൾ വലിയ പ്രതിസന്ധി എന്ന് വെച്ചാൽ ഇതിൻ്റെ നിലനിൽപ്പ് തന്നെ അവസാനിക്കാവുന്ന ഒരു സാഹചര്യമുണ്ടായി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കാട്ടറത്തച്ഛൻ്റെ കൂടെ വേറെ 2-3 പേര് കൂടി ഉണ്ടായിരുന്നു എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അവർ 3 പേരും ഓരോരോ കാരണങ്ങൾ കൊണ്ട് 1-2 വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിരിഞ്ഞു പോകാനിടയായി. അവർക്കിതിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ കാട്ടറാത്തച്ഛൻ തന്നെയായി. അല്ല, അപ്പോഴേക്കും വിൻസെൻഷൻ സഭയ്ക്ക് ഒരു കൃത്യമായ ഒരു നിയമാവലികളും കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടിരുന്നു. വിൻസെൻഷൻ സഭയ്ക്ക് കൃത്യമായ നിയമാവലി എന്ന് പറയുന്നത് ലൂയിസ് പഴയപറമ്പിൽ പിതാവാണ് ഇതിനൊരു പ്രചോദനം നൽകിയതെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം യൂറോപ്പിൽ പോയി വന്നപ്പോൾ ഈ കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷൻ, അതായത് വിൻസെൻ്റ് ഇപ്പോൾ സ്ഥാപിച്ച സമൂഹം, അതിൻ്റെ നിയമസംഹിതയുടെ കോപ്പി കൊണ്ടുവന്ന് കൊടുക്കുക ചെയ്തത്. അപ്പോൾ കേരളത്തിലെ വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ്റെ ചൈതന്യം വിൻസെൻ്റ് ഇപ്പോൾ സ്ഥാപിച്ച കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷൻ്റെ ചൈതന്യം തന്നെയാണ്. അത് നമ്മുടെ കാലത്തിനും ദേശത്തിനും അനുസരിച്ച് പ്രാദേശികമായ വ്യതിയാനങ്ങൾ വരുത്തിയെന്നേ ഉള്ളൂ. എങ്കിലും ആത്യന്തികമായിട്ട് വിൻസെൻ്റ് ഇപ്പോൾ സ്ഥാപിച്ച സഭയ്ക്ക് അദ്ദേഹം നിർദ്ദേശിച്ച നിയമാവലികളും ചിട്ടവട്ടങ്ങളും തന്നെയാണ് നമ്മുടെ സഭയ്ക്കും ആ ഒരു ശൈലിയാണ്. കാരിസോ അത് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞു, വിൻസെൻ്റ് പോളിൻ്റെ പ്രധാന ഉന്നം വൈദികരുടെ സമൂഹം സ്ഥാപിച്ചപ്പോൾ ഇടവകളിൽ, പ്രത്യേകിച്ച് ഗ്രാമീണ ഇടവകളിൽ പോപ്പുലർ മിഷൻ അല്ലെങ്കിൽ വചന പ്രഘോഷണം നടത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ കേരളത്തിലും നമ്മൾ അത് ഒരു മുഖ്യ ലക്ഷ്യമായിട്ട് സ്വീകരിച്ചു. ഒപ്പം നമ്മൾ പരസ്നേഹ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനാണ് വിൻസെൻ്റ് ഇപ്പോൾ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഇവിടെ ഒരു സഭയുണ്ടാകുമ്പോൾ പരസ്നേഹ പ്രവർത്തനങ്ങൾക്കും നമ്മൾ ഊന്നൽ കൊടുക്കണം എന്ന കാഴ്ചപ്പാട് നേരത്തെ തുടങ്ങി ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഈ പറഞ്ഞ വിൻസെൻ്റ് ഡി പോൾ സ്ഥാപിച്ച സഭയുടെ നിയമാവലികളുടെ കോപ്പിയുമായിട്ട് അദ്ദേഹം വന്നു. അതിനനുസൃതമായ രീതിയിൽ തന്നെ കേരളത്തിലെ കോൺഗ്രിഗേഷൻ്റെ രീതികൾ ചിട്ടപ്പെടുത്തി. ഇത് പ്രാരംഭകാലത്ത് തന്നെ നടന്നു. ഈ ആളുകൾ ഇതിൽ നിന്ന് വിട്ടുപോകാനിടയായ കാരണം എന്തായിരുന്നു? ആളുകൾ എന്ന് പറയുന്നത് ഒരുപാട് പേരില്ല. ഞാൻ പറഞ്ഞു, കാട്ടറത്തച്ഛൻ്റെ കൂടെ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ 3 പേരും ഇങ്ങനെ ഒരുപക്ഷെ അവരുടെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. വേണ്ടത്ര വളർച്ച നേടാത്തത്. ചിലപ്പോൾ ഇതിന് വലിയ ഭാവി ഇല്ല എന്നവർക്ക് തോന്നിക്കാണാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ പിരിഞ്ഞു പോയത്. എന്താ കാരണം എന്ന് കൃത്യമായിട്ട് നമുക്കിപ്പോൾ അങ്ങനെ നിർവചിക്കാൻ സാധ്യമല്ല. അപ്പോൾ അവർ പിരിഞ്ഞു പോയി, വേറെ ആരും പുതുതായിട്ട് ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ കാട്ടറത്തച്ഛനും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സ്ഥിതി ആശങ്കയുണ്ടായി വന്നു. തന്നെയല്ല, ഒരാളായിട്ടൊരു സഭാ സമൂഹം എന്ന് പറയുമ്പോൾ അത് വലിയ അർത്ഥമില്ല. അതുകൊണ്ട് 1910 ഇദ്ദേഹവും ഇവിടെ നിന്ന് ഇവിടെ വാങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഇടവക വൈദിക തന്നെ. അതെ, ഇതിനിടയ്ക്ക് ഈ
ചങ്ങനാശ്ശേരി അതിരൂപതയൊക്കെ രൂപത നിലവിൽ വന്നു. അപ്പോൾ അവിടുത്തെ മെത്രാൻ ഇദ്ദേഹം പൂഞ്ഞാർ സ്വദേശി ആയതുകൊണ്ട് അക്കാലത്ത് പൂഞ്ഞാർ ചങ്ങനാശ്ശേരിയുടെ കീഴിൽ വന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സേവനം അദ്ദേഹത്തിൻ്റെ മെത്രാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു. അദ്ദേഹം അതനുസരിച്ച് തിരിച്ചങ്ങോട്ട് പോകുന്നു. അവിടെ പോയിട്ട് പിന്നീട് ആ കാലത്ത് ആരംഭിച്ച ആരാധന സഭ സിസ്റ്റേഴ്സിൻ്റെ SABS എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പൊതുശ്രേഷ്ഠൻ എന്നൊക്കെ പറയും, ആത്മീയ ഉപദേഷ്ടാവും ഒപ്പം അതിൻ്റെ പൊതുശ്രേഷ്ഠനുമായിട്ട് അദ്ദേഹത്തെ നിയോഗിച്ച് അദ്ദേഹം പോകുന്നു. അങ്ങനെ ഈ പ്രസ്ഥാനം ബാഹ്യമായിട്ട് നോക്കിയാൽ നിന്ന് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അവിടെ. പിന്നെ അതിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എവിടെ നിന്നായിരുന്നു? പിന്നെ അതിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനകം ഒരു താൽക്കാലിക പള്ളിയും മുറിയൊക്കെ ഉണ്ടായല്ലോ ഇവിടെ. അപ്പോൾ ആളുകൾ അവിടെ വന്ന് കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നു. വൈക്കത്ത് തോട്ടത്തിനടുത്തായിരുന്നു ഈ ആദ്യം പ്രാരംഭകാലത്ത് സ്ഥാപിച്ച ഈ പള്ളിയും കൊവേന്തയും ഉണ്ടായിരുന്നത്. അപ്പം അന്ന് ആളുകൾ അവിടെ ധാരാളം പേര് ആരാധനയ്ക്ക് വന്നിരുന്നു. ഇതിന് ശേഷം ഇവർ അവിടെ നിന്ന് പിരിഞ്ഞു പോയപ്പോൾ ഇത് ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ശൂന്യമായി കിടക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നെ അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തിരിച്ചുവരവ്? ഇങ്ങനെ അച്ഛന്മാർ തുടങ്ങിയവരൊക്കെ പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അത് രൂപതയുടെ നിയന്ത്രണത്തിൽ വന്നു. എറണാകുളം രൂപത അതിൻ്റെ ചുമതല ഏറ്റെടുത്തു. രൂപതയിലെ ഓരോ വൈദികരെ മാറി മാറി അവിടുത്തെ ആളുകളുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാനും കുർബാന ചെല്ലാനും ഒക്കെ ആയിട്ട് ആളുകളെ ഏൽപ്പിച്ചു. ക്രമേണ അതൊരു ഇടവകയായിട്ടും അതിരൂപതയിൽ നിന്ന് നിശ്ചയിച്ചു. ഇടവകയാണെങ്കിലും ഒരു പൂർണ്ണതോതിലുള്ള ഇടവകയാണെന്ന് പറയാൻ പറ്റുകയില്ല. അവിടെ സെമിത്തേരി തുടങ്ങുവാനായിട്ട് ആരോ മരിച്ചവിടെ അടക്കിയപ്പോൾ പിതാവ് ഇടപെട്ട് പറഞ്ഞു അത് കൊവേന്തയ്ക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് തുടങ്ങിയ ഒരു സംരംഭമാണ്. അതുകൊണ്ട് ആ പറമ്പിൽ അത് മരിച്ചവരെ അടക്കം ചെയ്യേണ്ട, അത് സെമിത്തേരി ആകണ്ട. സെമിത്തേരി നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് അല്പം മാറി വേറൊരു സ്ഥലം മേടിച്ച് അവിടെ സെമിത്തേരി തുടങ്ങാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ കൊവേന്ത എന്നൊരു നിയോഗത്തിൽ തന്നെ അതിനെ നിലനിർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും രൂപതയിൽ നിന്ന് നിയോഗിച്ച വൈദികരാണ് പിന്നീട് 1927 വരെ അവിടെ മാറി മാറി ഏതാണ്ട്. അപ്പോൾ ഒരു 1910 ശേഷം ഒരു 17 വർഷത്തോളം അത് ഈ രീതിയിൽ തന്നെ നിലനിന്നു. അതെ, ഒരു 13 കൊല്ലം, 15 ശേഷം 12 കൊല്ലത്തോളം ഈ രീതിയിൽ തന്നെ നിലനിന്നു. പിന്നെ 27 സംഭവിച്ചതാണ് വാസ്തവത്തിൽ പിന്നീട് വളരെ നിർണായകമായ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ 27 അക്കാലത്ത് എറണാകുളം രൂപതയിലെ 3 യുവ വൈദികർ, അവരുടെ പേര് ഫാദർ ജോർജ് മണ്ണാറ, ഫാദർ ആൻ്റണി പവത്തിൽ, ഫാദർ ജോർജ് വട്ടംകണ്ടം. ഈ 3 പേരും അക്കാലത്ത് എറണാകുളം രൂപതയിലെ യുവ വൈദികരാണ്. അവർ ചെന്ന് അന്ന് മെത്രാപ്പോലിത്തയായിരുന്ന കണ്ടത്തിൽ മാർ ആഗുസ്തീനോസ് പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു സമൂഹ ജീവിതം നയിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഇടവകയിലായിരിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടത്ര സമയം കിട്ടുകയില്ല. അപ്പോൾ ഒരു സമൂഹമായിട്ട് ജീവിച്ചാൽ അങ്ങനെ സമൂഹമായിട്ട് പ്രാർത്ഥിക്കാം, ആത്മീയ ജീവിതം കൂടുതൽ ആഴപ്പെടുത്താം, ഒപ്പം ഒരു സമൂഹം എന്നുള്ള നിലയിൽ ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യാനും സാധിക്കും എന്നൊരാഗ്രഹം അവർ എന്ന് കണ്ടത്തിൽ പിതാവിനെ അറിയിച്ചു. അപ്പോൾ കണ്ടത്തിൽ പിതാവ് പറഞ്ഞു, നേരത്തെ ഇങ്ങനെ നടത്തിയ ഒരു തുടക്കം ഇപ്പോൾ അങ്ങനെ തോട്ടകത്ത് ഉണ്ട്, നിങ്ങൾ അവിടേക്ക് പോയി അത് പുനരുദ്ധരിക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും എന്ന് അവരോട് പറയുക. അവരത് വളരെ താല്പര്യപൂർവ്വം ആ നിർദ്ദേശം സ്വീകരിച്ച്. കാട്ടറത്തച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ട്. അത് അദ്ദേഹം ഇതിലേക്ക് വന്ന് ചേരുന്ന സംഭവമുണ്ട്, അത് തുടർന്ന് പറയാം. അപ്പോൾ ഇവർ 3 പേര് ഇങ്ങനെ പിതാവിനെ സമീപിച്ചപ്പോൾ പിതാവ് അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വിൻസെൻഷ്യൻ സമൂഹം അവിടെ തുടങ്ങിയതാണ്, അത് തന്നെ കാലക്രമത്തിൽ നിന്നു പോകാനിടയായി, അത് പുനരുദ്ധരിക്കപ്പെട്ട് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളിപ്പോൾ ഇങ്ങനെ സമൂഹ ജീവിതം നയിക്കാൻ താല്പര്യം കാണിച്ച് വരുമ്പോൾ അതൊരു പക്ഷേ ഒരു ദൈവനിയോഗമായിരിക്കാം, അതുകൊണ്ട് നിങ്ങൾ തോട്ടകത്തേക്ക് പോകുക എന്ന് പറഞ്ഞ് അവരെ 3 പേരെയും ഈ തോട്ടകത്തേക്ക് വിടുന്നു. അതിൽ 3-ൽ മണ്ണാറയച്ചനെ അതിൻ്റെ ഒരു സുപ്പീരിയർ എന്ന നിലയിൽ അദ്ദേഹം നിയമിക്കുന്നു. ഒപ്പം ഒരു ഇടവക പോലെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ഇടവകയുടെ വികാരിയായിട്ടും അദ്ദേഹത്തെ നിയമിക്കുന്നു. അങ്ങനെ അന്ന് ഇവർക്ക് നിലവിൽ കേരളത്തിൽ കോൺഗ്രിഗേഷൻസ് മറ്റു പല കോൺഗ്രിഗേഷൻസ് ഉണ്ടായിട്ടും ഇങ്ങനൊരു തോന്നലുണ്ടായതിന് അതൊരു നിയോഗമുണ്ട്. അതെ, തീർച്ചയായിട്ടും അതൊരു ദൈവപരിപാലനയായിട്ട് നമുക്ക് കാണാവുന്നതാണ്. വേറെ കോൺഗ്രിഗേഷൻസ് അവർക്ക് വേണമെങ്കിൽ അവിടെ ചേരാമായിരുന്നു. ഈ 3 യുവ വൈദികർ കണ്ടത്തിൽ പിതാവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അതിനു മുമ്പ് ലൂയിസ് പിതാവ് അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. അതെ, ലൂയിസ് പിതാവ് മരിച്ചു. അപ്പോൾ അതിനകം അതുകൊണ്ട് പുതിയ പിതാവിൻ്റെ പിതാവ് സ്ഥാനാരോഹണം കണ്ടത്തിൽ പിതാവ് നടന്നു. കണ്ടത്തിൽ മാർ ആഗുസ്തീനോസ് പിതാവാണ് എറണാകുളത്ത് പിന്നീട് പിതാവായിട്ട്. എനിക്ക് ഇതിനകത്ത് 2 നിയോഗങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഒന്ന്, ലൂയിസ് പിതാവാണ് ഇതിനകത്ത് ഈ ഒരു കോൺഗ്രിഗേഷൻ ആരംഭിക്കുന്നതിന് ഒരു നിമിത്തമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാന ശിലയായിട്ട് മാറിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം കണ്ടത്തിൽ പിതാവിലേക്ക് വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഈ അനാഥമായി കിടക്കുന്ന കൊവേന്തയും ഇടവകയും, അല്ലെങ്കിൽ ഏകദേശം ആളുകൾ പിരിഞ്ഞു പോയ അല്ലെങ്കിൽ ആളുകൾ മാറിപ്പോയ
ഒരു ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിലും കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നിശ്ചയമായിട്ട് ഒരു അത് ദൈവനിയോഗമായി തിരഞ്ഞ് 3 പേര് വന്നു. കാരണം നിലവിൽ കോൺഗ്രിഗേഷൻസ് കേരളത്തിൽ വേറെയും ഉണ്ട്. എന്നിട്ട് ഈ 3 പേര് തിരിഞ്ഞു വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ലൂയിസ് പിതാവിൻ്റെ പിന്തുടർച്ച കണ്ടത്തിൽ പിതാവ് ഏറ്റെടുത്തതും നിലവിൽ മറ്റ് കോൺഗ്രിഗേഷൻ ഉണ്ടായിട്ടും ഈ 3 യുവ വൈദികർ ഇതിലേക്ക് വന്നതും നിങ്ങളുടെ ഒരു വളർച്ചാപാതയിൽ ഒരു ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് തന്നെ തോന്നില്ലേ? നിശ്ചയമായിട്ടും അങ്ങനെ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. കാരണം ഇതെല്ലാം ആകസ്മിക സംഭവങ്ങളാണ് എങ്കിൽ കൂടെയും ഇതിനെല്ലാം കോർത്തിണക്കുന്ന ഒരു ചരട്, ദൈവപരിപാലനയുടെ ചരട് നമുക്ക് കാണാൻ സാധിക്കും. കുറേ ആകസ്മിക സംഭവങ്ങളെല്ലാം കൂടി നമ്മൾ ഹിസ്റ്ററി അതിൻ്റെ സമഗ്രതയിൽ എടുത്തു കഴിയുമ്പം എല്ലാം ഒന്നൊന്നായിട്ട് വന്ന് നിരക്കുന്നുണ്ട്. ദൈവം എല്ലാം ഏതോ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് വരുന്നതായിട്ട് പലയിടത്ത് ചതുരക്കിടക്കാണെന്ന് നമുക്ക് തോന്നുന്നെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് വരുമ്പോൾ എല്ലാം ഒരുമിച്ച് വന്ന് കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ 3 പേര് ഇദ്ദേഹം ഇങ്ങോട്ട് നിയോഗിച്ചു. അതെ. ശേഷം അതിനുശേഷം എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഇവർ 3 പേരും ഇവിടെ വന്നപ്പോൾ ഇവർക്ക് ഇതിൻ്റെ ചരിത്രമൊക്കെ മനസ്സിലായി. മുൻപ് ഇങ്ങനെ കാട്രാത്തച്ഛൻ ഇത് തുടക്കം കുറിച്ചതാണ് എന്നവർക്ക് മനസ്സിലായി. മറ്റ് 3 വൈദികർ വേറെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. ആ 3 പേരും വാസ്തവത്തിൽ ഇതിനകം മരിച്ചു കഴിഞ്ഞിരുന്നു. കാട്രാത്തച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു 3 പേരും. പക്ഷേ കാട്രാത്തച്ഛൻ അപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, പ്രായാധിക്യമുണ്ട് എന്നവർക്ക് മനസ്സിലായപ്പോൾ ഇവർക്ക് തോന്നി അദ്ദേഹമാണല്ലോ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ആരംഭകൻ. അദ്ദേഹം കൂടെ ഇതിലേക്ക് വന്ന് ചേരുകയാണെങ്കിൽ പ്രായാധിക്യം ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു സമഗ്രതയ്ക്ക് അത് നല്ലതായിരിക്കും എന്ന് ഇവർക്ക് തോന്നി. അതുകൊണ്ട് ഇവർ അദ്ദേഹത്തിനൊരു എഴുത്ത് അയക്കുകയാണ്. അപ്പോൾ ആ എഴുത്തിന് ആദ്യം കാട്രാത്തച്ഛൻ കൊടുത്ത മറുപടി, ഞാൻ പ്രായാധിക്യത്തിൽ കഴിയുകയാണ്, ഇനി വന്ന് നിങ്ങൾക്ക് കാര്യമായിട്ട് ഒരു സഹായം ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് സാധ്യമല്ല, തന്നെയുമല്ല ഞാൻ വന്നാൽ നിങ്ങൾക്കൊരു ഭാരമാകുമോ എന്ന് എനിക്കൊരു ശങ്കയുണ്ട് എന്നാണ് മറുപടി എഴുതിയെങ്കിലും ഇവരെപ്പോഴേക്കും അവിടെ വന്ന് കൂടിയിരുന്നു. ഈ 3 പേര് 3 വൈദികർ. അതെ, അതിപ്പോൾ നിലവിൽ സംവിധാനം അവിടെ ഉണ്ടല്ലോ. അങ്ങോട്ടുള്ള സംവിധാനത്തിലേക്ക് 1927 തന്നെ ഇവരങ്ങനെ എത്തിച്ചേരുകയാണ്. അവിടെ വന്നിരുന്നു. അങ്ങനെ അവരവിടെ ചെന്നെത്തിക്കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഈ പഴയ തുടക്കക്കാരനെയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കണം എന്ന ചിന്ത വന്നത്. അങ്ങനെ അവരെഴുതി. അതനുസരിച്ച് അദ്ദേഹം ആദ്യം ഇങ്ങനെ അല്പം മറുപടി താല്പര്യക്കുറവെന്ന് വെച്ചാൽ പ്രായാധിക്യം കൊണ്ടുള്ള താല്പര്യക്കുറവൊക്കെ പറഞ്ഞെങ്കിലും ഏതോ ഒരു ഉൾപ്രേരണ കൊണ്ട് അദ്ദേഹം നേരെ പിന്നീട് ഈ തോട്ടത്തേക്ക് വന്ന് ഇവരുടെ കൂടെ കൂടി എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലം വരെയും അദ്ദേഹം ഈ തോട്ടകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതെ, അദ്ദേഹത്തിൻ്റെ അവസാനം വരെ തോട്ടകത്ത് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഇങ്ങനെ കൂടിയപ്പോൾ ഇപ്പോൾ ഈ സമൂഹത്തിന് കൃത്യമായൊരു ജീവിത ശൈലിയൊക്കെ രൂപപ്പെട്ടു വരുന്നതേ ഉള്ളായിരുന്നല്ലോ. സഭ എന്ന് പറയുമ്പോൾ അതിന് പരിശീലനം, നൊവീഷ്യറ്റ് ഇങ്ങനെയുള്ള ക്രമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്രമങ്ങളൊക്കെ അതിൽ പങ്കെടുക്കുവാൻ മാത്രമുള്ള ആരോഗ്യസ്ഥിതിയൊന്നും അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് തോന്നി ഞാൻ അധികം വൈകാതെ മരിക്കും, എനിക്ക് പക്ഷേ വ്രതമെടുത്ത് ഈ വിൻസെൻഷ്യൻ സമൂഹത്തിൽ വ്രതമെടുത്ത് ഇതിൻ്റെ ഒരു അംഗമായിട്ട് എനിക്ക് മരിക്കണം എന്ന് തോന്നിയതുകൊണ്ട് അദ്ദേഹം അതിനുവേണ്ടി ഒരു പ്രത്യേക അനുമതി തരണമെന്ന് പറഞ്ഞ് കണ്ടത്തിൽ പിതാവിന് അദ്ദേഹം കത്തയക്കുക ചെയ്യുന്നത്, കാട്രാത്തച്ഛൻ. അപ്പോൾ കണ്ടത്തിൽ പിതാവ് പറഞ്ഞു, വിൻസെൻഷ്യൻ സമൂഹത്തിൽ അംഗമായി ചേരുവാനുള്ള അനുവാദം തരാനായിട്ട് എനിക്ക് പാടില്ല, അത് വിൻസെൻഷ്യൻ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറലാണ് ചെയ്യേണ്ടത്, അത് പാരീസിൽ ഒക്കെയാണ്, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിനാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു പിതാവ്. അല്ല, പക്ഷേ ആ വിൻസെൻഷ്യൻ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ടല്ലല്ലോ നമ്മളിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഭാഗമായിട്ടല്ല എങ്കിലും അന്നത്തെ ഒരു കാഴ്ചപ്പാടിലൊരു സന്യാസ സമൂഹം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഫിലിയേഷൻ അതുമായിട്ട് ഉണ്ടാകണം എന്നായിരുന്നിരിക്കാം പിതാവിൻ്റെ ഒരു ചിന്ത. അപ്പോൾ അങ്ങനെ എഴുതിയെങ്കിലും അവിടെ നിന്ന് കിട്ടിയ മറുപടി അത്ര അനുകൂലമായിരുന്നില്ല. അവർ പറഞ്ഞു, ഇതിപ്പോൾ വേറൊരു രാജ്യം, വേറൊരു സ്ഥലം, ഞങ്ങളുടെ പരിശീലനമൊന്നും കിട്ടിയവരല്ല, നിങ്ങൾ അറിയില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു സമൂഹത്തിൽ വ്രതം എടുക്കാനായിട്ട് അനുവാദം തരാൻ ഞങ്ങൾക്കും നിർവാഹമില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ സുപ്പീരിയർ ജനറലിൻ്റെ മറുപടി വന്നപ്പോൾ അപ്പോൾ നമ്മൾ ഒന്നും കൂടെ മാറി ചിന്തിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ കണ്ടത്തിൽ പിതാവിന് തോന്നി, അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ പാരീസിലോ അല്ലെങ്കിൽ അവിടെയുള്ള വിൻസെൻ്റ് പോൾ സ്ഥാപിച്ച ആ സഭയുമായിട്ട് നേരിട്ട് ഭരണപരമായിട്ട് ബന്ധപ്പെടാതെ അവരുടെ ചൈതന്യം സ്വീകരിക്കുക, സീറോ മലബാർ സഭയിൽ എറണാകുളം രൂപതയുടെ കീഴിൽ ഒരു രൂപത കോൺഗ്രിഗേഷനായിട്ട് തുടങ്ങാം, ഭരണപരമായിട്ട് CM കോൺഗ്രിഗേഷനായിട്ട് ബന്ധം വേണ്ട. ആ നിലയ്ക്ക് കാട്രാത്തച്ഛന് വ്രതം എടുക്കാനുള്ള അവസരം കിട്ടിയോ? ആ നിലയ്ക്ക് പിന്നീട് കാട്രാത്തച്ഛന് വ്രതം എടുക്കാനായിട്ട് കണ്ടത്തിൽ പിതാവ് അനുവാദം കൊടുത്തു. അങ്ങനെ ആദ്യം ഒരു കൊല്ലത്തേക്ക് അദ്ദേഹം വ്രതമെടുത്തു, പിന്നീട് അദ്ദേഹം നിത്യവ്രതം എടുത്തു. അതിനുശേഷം 1931 അദ്ദേഹം മരിക്കുന്നത്. അങ്ങനെ സഭയുടെ ആദ്യത്തെ മെമ്പറായിട്ട് വ്രതമെടുക്കുകയും ആദ്യത്തെ മെമ്പറായിട്ട് മരിക്കുകയും ചെയ്തു അദ്ദേഹം. അല്ല, അദ്ദേഹത്തിന് ശേഷമാണോ ഈ വന്നവരൊക്കെ വീണ്ടും പിന്നീട് വ്രതത്തിലേക്ക് വരുന്നത്, വ്രതമൊക്കെ എടുക്കുന്നത്? ഈ വന്ന മൂന്ന് പേരും അതെ പിന്നീടാണ്. 1931 മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് തൻ്റെ സഭ ഉയർത്തെഴുന്നേൽക്കുന്നതും അതിൻ്റെ ഒരു നിത്യവ്രത
സ്വീകരണത്തിലേക്ക് എത്തുന്നതിന് ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അത്രമാത്രം അദ്ദേഹം തീവ്രമായിട്ട് ആഗ്രഹിച്ചിരുന്നു, അതിനുവേണ്ടി പരിശ്രമിച്ചു. ആ പരിശ്രമങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ ഫലമണിഞ്ഞതായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ചെറുപ്പകാലത്ത് കാണാൻ സാധിച്ചില്ലെങ്കിലും വാർദ്ധക്യത്തിൽ അതെല്ലാം ഫലമണിയുന്നതായിട്ട് കണ്ട് സന്തോഷിച്ച് മരണമടയാൻ ദൈവം അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുത്തു എന്ന് വേണം നമുക്ക്. ഈ 31 ശേഷം ഇതിൻ്റെ മെമ്പേഴ്സ് വർദ്ധിക്കാൻ തുടങ്ങുന്നതും പുതിയ ആളുകൾ വരുന്നതും സഭ അതിൻ്റെ പ്രവർത്തനങ്ങൾ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ പോപ്പുലർ മിഷൻ പ്രവർത്തനങ്ങൾ ഒക്കെ പ്രബലമായിട്ട് മുമ്പോട്ട് കൊണ്ടുവരുന്നത് ഏത് കാലഘട്ടത്തിലാണ്? അതെ, ആദ്യകാലത്ത് ഈ 3 പേര് ഉണ്ടായിരുന്നു. പിന്നീട് വളരെ സാവധാനത്തിലാണ് വാസ്തവത്തിൽ ഇതിൻ്റെ പുരോഗതി നമ്മൾ കാണുന്നത്. രൂപതാ വൈദികരായിരുന്ന ഏതാനും പേര് ഓരോരുത്തരായിട്ട്, എന്നുവെച്ചാൽ വളരെ കൂടുതൽ പേരൊന്നും അല്ല, ഒരു കൊല്ലം ഒന്ന് അല്ലെങ്കിൽ 2 കൊല്ലം കൂടുമ്പോൾ ഒന്ന്, ഇങ്ങനെയൊക്കെ അപൂർവം ചിലർ ഇതിൽ വന്ന് ചേർന്ന് കുറച്ച് പേരും കൂടെ ഇതിൻ്റെ മെമ്പേഴ്സായി. എങ്കിലും 1950 വരെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം വിരലിൽ എണ്ണാവുന്ന അംഗങ്ങളെ ഇതിലുള്ളൂ. 27 തുടങ്ങിയിട്ട് 10-20 കൊല്ലം കഴിഞ്ഞിട്ടും വിരലിൽ എണ്ണാവുന്ന അംഗങ്ങളെ ഇതിലുള്ളൂ. ഇതിൻ്റെ വളർച്ചയിൽ നിർണായകമായ പിന്നെ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, സ്വന്തമായൊരു മൈനർ സെമിനാരി കുട്ടികളെ എടുത്ത് പരിശീലിപ്പിക്കുന്ന മൈനർ സെമിനാരി 1948 അങ്കമാലിയിൽ ആരംഭിച്ചു. അപ്പോൾ അതിനകം അങ്കമാലിയിൽ ഒരു പുതിയ ഇതിൻ്റെ 2ാമത്തെ ഭവനമായിട്ട്, ആദ്യത്തെ തോട്ടകത്ത് 2ാമത്തെ ഭവനമായിട്ട് അങ്കമാലിയിൽ തുടങ്ങാൻ കണ്ടത്തിൽ പിതാവിൻ്റെ തന്നെ ഒത്താശയിൽ അങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ 1948 ഒരു സെമിനാരി തുടങ്ങി. സെമിനാരിയിൽ അംഗങ്ങൾ ചേർന്നു. അപ്പോൾ അങ്ങനെ സെമിനാരി വന്നതോടുകൂടി ഓരോ വർഷം കുട്ടികളെ എടുക്കുവാനും അവരുടെ പരിശീലന മുറ പോലെ നടക്കുവാനും തുടർന്ന് എല്ലാ കൊല്ലങ്ങളിലും തിരുപ്പട്ട സ്വീകരണങ്ങൾ ഉണ്ടാകുവാനും ഇടയായി. അങ്ങനെയാണ് അംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത്. മൊത്തം അംഗങ്ങൾ എത്രയുണ്ടാവും? ഇന്ന് വിൻസെൻ്റ് മിഷൻ സഭയിൽ ഇപ്പോൾ 2 പിതാക്കന്മാർ മെത്രാന്മാരുണ്ട്. സത്തന രൂപത വിൻസെൻ്റ് മിഷൻ സഭയെ 1968 ഏൽപ്പിച്ചു. അതിൻ്റെ ആദ്യത്തെ മെത്രാനായിട്ട് ബിഷപ്പ് മാർ എബ്രഹാം മറ്റം, അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ മാർ മാത്യു വാണിക്കഴുകയിൽ. അങ്ങനെ 2 പിതാക്കന്മാർ ഇപ്പോൾ ഈ സഭയിലുണ്ട്. അതുകൂടാതെ 485 വൈദികരാണ് ഇപ്പോൾ സഭയിലുള്ളത്. നമ്മളിന്നിപ്പോൾ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ധാരാളമായ പ്രവർത്തനങ്ങൾ വിൻസെൻ്റ് മിഷൻ സഭയ്ക്കുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫോക്കസ് ഈ പോപ്പുലർ മിഷൻ ധ്യാനം തന്നെയാണോ, അല്ലെങ്കിൽ മറ്റ് മേഖലകൾ ഏതൊക്കെയാണ്? പോപ്പുലർ മിഷൻ തന്നെയാണ് ഫോക്കസ്, മുഖമുദ്ര എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ സഭയുടെ ഒരു അനന്യത എന്ന് നമുക്ക് പറയാവുന്നത് വാസ്തവത്തിൽ ഈ പോപ്പുലർ മിഷനാണ്. അതോടൊപ്പം മറ്റ് പ്രവർത്തനങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് മിഷൻ പ്രവർത്തനം, പ്രത്യേകിച്ച് കേരള സഭയിൽ ദൈവവിളികൾ ധാരാളമുണ്ട്. അപ്പോൾ കേരള സഭയിലെ വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ പ്രേക്ഷിത രംഗത്തേക്ക് കടക്കണം എന്ന ഒരു ഊന്നൽ ഇടക്കാലത്തുണ്ടായി. അതനുസരിച്ച് വിൻസെൻ്റ് മിഷൻ സഭയും ആദ്യം തമിഴ്നാട്ടിലേക്കും പിന്നീട് വടക്കേ ഇന്ത്യയിലേക്കും പിന്നീട് ആന്ധ്ര, മഹാരാഷ്ട്ര, അങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ഇന്ത്യയുടെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ വിൻസെൻ്റ് മിഷൻ സഭാംഗങ്ങളുണ്ട്. നമുക്ക് ധ്യാനകേന്ദ്രങ്ങൾ ധാരാളം ഉണ്ടല്ലോ. ധ്യാനകേന്ദ്രങ്ങളുണ്ട്. കോട്ടയിലെ ധ്യാനകേന്ദ്രം ഉൾപ്പെടെ കേരളത്തിന് പുറത്തും സമാനമായ രീതിയിലുള്ള ധ്യാനകേന്ദ്രങ്ങളുണ്ടോ? നിശ്ചയമായിട്ടും ഉണ്ട്. കേരളത്തിലാണ് നമ്മൾ പോട്ട ഡിവൈനൊക്കെ ആദ്യം തുടങ്ങിയത്. ക്രമേണ കേരളത്തിൻ്റെ തന്നെ മറ്റു ചില ഭാഗങ്ങളിൽ നമുക്ക് കോട്ടയം അടുത്ത അടിച്ചിറയിൽ ധ്യാനകേന്ദ്രം വന്നു, താമരശ്ശേരി പുതുപ്പാടിയിൽ ധ്യാനകേന്ദ്രം വന്നു. അതിനൊക്കെ പുറമേ നമ്മൾ ക്രമേണ കേരളത്തിന് വെളിയിലേക്കും, പ്രത്യേകിച്ച് കോട്ടയിലും മുരിങ്ങൂരൊക്കെ വന്ന് ധ്യാനം കൂടുന്ന ആളുകൾ താല്പര്യമെടുത്ത് അവർ തന്നെ വേണ്ട ചില ഒത്താശകളും പ്രാരംഭ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന് അങ്ങനെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കാനിടയായി. അങ്ങനെ ഇപ്പോൾ നമുക്ക് മഹാരാഷ്ട്രയിൽ കല്യാൺ രൂപതയിൽ താബോർ റിട്രീറ്റ് ആശ്രം എന്ന് പറഞ്ഞ് ബോംബെയിൽ നല്ലൊരു ധ്യാനകേന്ദ്രമുണ്ട്. ഡൽഹിയിൽ ഫരീദാബാദ് അവിടെയും താബോർ ആശ്രം എന്ന് പറഞ്ഞ നല്ലൊരു ധ്യാനകേന്ദ്രമുണ്ട്. ബാംഗ്ലൂർ ലോഗോസ് എന്ന് പറഞ്ഞൊരു ധ്യാനകേന്ദ്രമുണ്ട്. ചെന്നൈയിൽ ധ്യാനകേന്ദ്രമുണ്ട്. ആന്ധ്രയിൽ 2 ധ്യാനകേന്ദ്രങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് നോർത്ത് ഈസ്റ്റിലേക്കും നമ്മുടെ ധ്യാനകേന്ദ്രങ്ങൾ വ്യാപിച്ചു. ഇപ്പോൾ ആസാമിൽ ദിബ്രുഗഡ് രൂപതയിൽ മർഗരീത്ത എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. ഗുവാഹട്ടി രൂപതയിൽ ഖേത്രി എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. പിന്നെ ജാർഖണ്ഡിൽ ഹസാരിബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത്, അങ്ങനെ ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് ധ്യാനകേന്ദ്രങ്ങൾ തുടങ്ങാനിടയായി. നമ്മുടെ സഭയിലുള്ള മുഴുവൻ മെമ്പേഴ്സും മലയാളികൾ തന്നെയാണ്.
മുഴുവൻ മെമ്പേഴ്സും മലയാളികളല്ല. അപ്പോൾ അംഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ബഹുഭൂരിപക്ഷം മലയാളികൾ ആണ്. പിന്നെ ആദ്യകാലത്ത് വാസ്തവത്തിൽ കേരളത്തിൽ സിറോ മലബാർ സഭയിൽ നിന്ന് മാത്രമാണ് മിഷൻ സഭയിൽ അംഗങ്ങളായിട്ട് ചേർന്നിരുന്നത്. കാരണം സിറോ മലബാർ സഭയുടെ അകത്തുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നില്ല ഇത്. എങ്കിലും ക്രമേണ നമ്മുടെ കാനൻലോയുടെ ഭാഷയിൽ യൂരിസ് പൊന്തിഫിച്ചി എന്ന് പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയോസിസൻ കോൺട്രിബ്യൂഷൻ രൂപതയുടെ മേൽനോട്ടത്തിലുള്ള കോൺട്രിബ്യൂഷൻ നിലവിട്ട് അംഗങ്ങൾ വർദ്ധിക്കുമ്പോൾ മാർപ്പാപ്പയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള കോൺട്രിബ്യൂഷൻ എന്നൊരു പദവി വരുന്നതിനാണ് യൂരിസ് പൊന്തിഫിച്ചി എന്ന് പറയുന്നത്. 1968 വിൻസെൻഷൻ കോൺട്രിബ്യൂഷൻ അങ്ങനെ ഒരു നിലയിലേക്ക് വന്നു. അങ്ങനെ ഒരു നിലയിലേക്ക് വരുമ്പോൾ നമുക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാനും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ അംഗങ്ങളെ ചേർക്കുവാനും അത് ഒരു കാരണമാകും. അതനുസരിച്ച് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, ഒറീസയിൽ നിന്ന്, ഛത്തീസ്ഗഡിൽ നിന്ന്, ഇങ്ങനെ ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോൾ മെമ്പേഴ്സുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ ആഫ്രിക്കയിൽ ടാൻസാനിയയിൽ ഒരു മൈനർ സെമിനാരി ആരംഭിച്ചു. അപ്പോൾ അത് അവിടെ നിന്ന് ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളായ കെനിയ ലഭിക്കുന്നുണ്ടോ അവിടെ നിന്ന് നമുക്ക്? ഇപ്പോൾ ഈ കൊല്ലം നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ 6 കുട്ടികൾ അവിടെ ടാൻസാനിയ, കെനിയ, യുഗാൻഡ എന്നീ രാജ്യങ്ങളിൽ നിന്നായിട്ട് 6 കുട്ടികൾ അവിടെ പരിശീലനത്തിൽ ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ധ്യാന കേന്ദ്രങ്ങൾ തന്നെയാണ് വാസ്തവത്തിൽ വിൻസെൻഷൻ സഭ അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ദൗത്യമാക്കി വെച്ചിരിക്കുന്നത്. ഈ ഒരു ധ്യാനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ഈ വചനോത്സവങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് ഈ നമ്മുടെ ഈ അഭിമുഖം അവസാനിപ്പിക്കാം. അച്ഛാ, നമുക്കറിയാം ധാരാളം സംഘർഷങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അത് കോട്ടയിലെ ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ കുടുംബമായിട്ട് തന്നെ അവിടെ വന്നു ചേരുന്നു. ധ്യാനത്തിൻ്റെ ഒരു പ്രസക്തി, ധ്യാനത്തിൻ്റെ പ്രത്യേകിച്ചും ക്രിസ്തീയ സുവിശേഷത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ഒരു കാലിക പ്രസക്തി എങ്ങനെയാണ് സഭ കാണുന്നത്? സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഈശോ പ്രസംഗിച്ച അതേ കാലത്ത് പ്രസക്തമായിരുന്ന ആ പ്രസക്തി ഇന്നും ഉണ്ട്. കാരണം മനുഷ്യരെ സംബന്ധിച്ച് ജീവിതത്തിനൊരു ദർശനം, ഒരു കാഴ്ചപ്പാട് കൂടിയേ തീരൂ. അപ്പോൾ ആ ജീവിത കാഴ്ചപ്പാട് കിട്ടാത്തത് കൊണ്ടാണ് മനുഷ്യർക്ക് പലപ്പോഴും മറ്റെന്തെല്ലാം നേട്ടങ്ങളുണ്ടായാലും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് പോയില്ലേ. കർത്താവ് പറയുന്നുണ്ട്, കണ്ണ് ആണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും, കണ്ണ് ദുഷ്ടമെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും എന്ന് പറയുന്ന അതിൻ്റെ ശരിയായ വ്യാഖ്യാനം എന്ന് പറയുന്നത് കണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്, നമ്മുടെ ഒരു ജീവിത ദർശനമാണ്. അപ്പോൾ ഈ ജീവിത ദർശനം, ശരിയായൊരു ജീവിത ദർശനം കിട്ടുക എന്നുള്ളത് മനുഷ്യന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതില്ലാത്തതാണ് ഇന്നത്തെ ഒരു വലിയ പ്രശ്നങ്ങളിലൊന്നായിട്ട്. ഇന്നത്തെയും ഏത് കാലത്തെയും ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യന് ശരിയായൊരു ജീവിത ദർശനം, ഒരു കാഴ്ചപ്പാട്, സ്വന്തം ജീവിതത്തെ സംബന്ധിച്ചും ദൈവത്തെ സംബന്ധിച്ചും അതില്ലാത്തത് കൊണ്ട് ജീവിതത്തിൽ വലിയ അർത്ഥശൂന്യതയും വലിയ ലക്ഷ്യമില്ലായ്മയും ഒക്കെ മനുഷ്യർക്ക് അനുഭവപ്പെടും. അപ്പോൾ ഈശോയുടെ അടുക്കിലേക്ക് നമ്മൾ വരുമ്പോൾ ശരിയായൊരു ജീവിത ദർശനം നമുക്ക് കിട്ടുകയാണ്. അത് കേവലം തത്വശാസ്ത്രപരമായ ദർശനം മാത്രമല്ല. ഈശോ പീഡകൾ സഹിച്ച് മരിച്ചു ഉയർത്ത് ഇതാ ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഈശോയുടെ നിരന്തര സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ, ഇതൊക്കെ കൊണ്ട് ആ ഈശോയുടെ ദർശനം ഉൾക്കൊള്ളുവാനും അത് പ്രാവർത്തികമാക്കുവാനുള്ള ഒരു ശക്തിയും നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഒരു ധ്യാനത്തിൽ വരിക, പങ്കെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈശോയുടെ ജീവിത ദർശനം ഉൾക്കൊള്ളുവാനും അത് പ്രയോഗത്തിൽ കൊണ്ടുവരുവാൻ ആവശ്യമായ ഈശോയുടെ സാന്നിധ്യവും സംരക്ഷണവും മാർഗദർശനവും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ലഭിക്കുകയാണ്. അത് ഈ കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലും മനുഷ്യർക്ക് ആവശ്യമാണ്. ദൈവവചനം ലോകത്തിൻ്റെ വിളക്കാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് ലോകമെമ്പാടും പ്രകാശം ചൊരിയുന്നുമുണ്ട്. വിൻസെൻഷൻ സഭ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് ആ ദൗത്യത്തിൽ അതിൻ്റെ മുഴുവൻ അധ്വാനവും ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയുടെ ഇനിയുള്ള പ്രവർത്തനങ്ങളെ ദൈവം നിരന്തരമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ ജീവിത വിശുദ്ധിയിൽ ധ്യാനത്തിൻ്റെ പങ്ക് എന്തുമാത്രമുണ്ട് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരനുഭവം കൂടിയായിരുന്നു വിൻസെൻഷൻ സഭയുമായിട്ടുള്ള ഈ അഭിമുഖം. അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരു സഭയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.